ഞാനിന്ന് അരിപ്പൊടി കൊണ്ടുള്ള ഒരു പാലപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മളെപ്പോഴും അരി അരച്ചിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും, അരി കുതിർത്താനും ഒക്കെ ആയിട്ട്. അരിപ്പൊടി കൊണ്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് വളരെ എളുപ്പത്തിൽ അരിപ്പൊടി ചേർത്തിട്ടുള്ള പാലപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്, തേങ്ങ അരയ്ക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് ആദ്യം നമുക്കൊന്ന് കപ്പി കാച്ചി ചേർക്കണം. ഞാനിവിടെ 3 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച അരിപ്പൊടിയാണ്. ഇപ്പം ഞാൻ ഇതിൽ നിന്നും 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് കപ്പി കാച്ചുകയാണ്. കപ്പി കാച്ചുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പുള്ള റെസിപ്പീസിൽ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ നന്നായിട്ട് വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ട് വേണം കപ്പി കാച്ചാനായിട്ട് വെക്കാൻ. ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് കപ്പി കാച്ചെടുക്കാം. കപ്പി കാച്ചി ചേർക്കുമ്പം അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് ചേർക്കണം. അതിനായിട്ട് ഞാനിവിടെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. 3/4 ടീസ്പൂൺ ഈസ്റ്റ് ആണ് ഞാൻ ചേർക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇട്ടു. ഇനി ഒരു 1/4 ടീസ്പൂണും കൂടി ഇടാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. ഇനി ചെറിയ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് വെക്കാം. നല്ല ചൂടുവെള്ളം ഒഴിക്കരുത്, ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈസ്റ്റ് പാകമായിട്ട് വരും. അപ്പോൾ നമുക്ക് പൊടിയുടെ കൂടെ ചേർത്ത് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കപ്പി കാച്ചിയെടുക്കാം. അരിപ്പൊടി നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരിപ്പൊടിയിലേക്ക് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ എടുത്തു വെച്ച ഈസ്റ്റും പാകമായിട്ടുണ്ട്. നമ്മൾ കപ്പി കാച്ചി വെച്ചത് നന്നായിട്ട് തണുത്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നമുക്ക് അരിപ്പൊടിയിലേക്ക് ചേർക്കാം. ആദ്യം കപ്പി കാച്ചിരിക്കുന്നത് ചേർത്ത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് പൊടിയിലേക്ക് ഒന്ന് തേച്ച് കുഴച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് തേച്ച് കുഴച്ചെടുത്താൽ മതി. ഇപ്പം നമ്മളെ കപ്പ് കാച്ചിയത് ഇതിലേക്ക് നന്നായിട്ട് തേച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈസ്റ്റും അതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 3 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ ഒരുപാട് തിക്കുമല്ല, ഒരുപാട് തിന്നുമല്ല, ഒരു മീഡിയം ലെവലിലുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈസ്റ്റും ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം മാത്രം തേങ്ങാപ്പാൽ ചേർത്ത് കുഴച്ചാൽ മതി. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മൾ അരിപ്പൊടിയിലേക്ക് ആദ്യം കപ്പി കാച്ചിയത് ചേർത്തു, പിന്നെ ഈസ്റ്റും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഇനി നമുക്ക് ഈ പൊടി കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റാം. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കുഴയ്ക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം വേണം. അപ്പോൾ ആദ്യം ഞാനിത് കപ്പി കാച്ചുന്നതൊക്കെ ചേർത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ പാത്രം എടുത്തിരുന്നത്. തേങ്ങാപ്പാൽ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഈ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ എത്ര അളവ് വേണം എന്നുള്ളത് പൊടി വറക്കുന്നതിനെ അനുസരിച്ചിരിക്കും. ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിച്ച അരിപ്പൊടിയാണ്. ഒത്തിരി നന്നായിട്ട് വറുത്ത അരിപ്പൊടിയാണെങ്കിൽ അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വരും. നമ്മൾ വീട്ടിൽ തന്നെ സാധാരണ പോലെ വറുത്തെടുക്കുന്നതാണെങ്കിൽ അത്രയും വേണ്ടി വരില്ല. അപ്പം ഞാനിത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഞാൻ പറയാം എത്ര മാത്രം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എന്നുള്ളത്. കുറേശ്ശെയായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് പൊടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 6 മണിക്കൂർ കഴിയുമ്പോൾ മാവ് അപ്പം ചുടാൻ പാകത്തിന് പൊങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഓവർനൈറ്റ് ആണ് വെക്കുന്നതെങ്കിൽ അങ്ങനെ വെച്ചാലും മതി. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ട്
ചൂടുള്ള സ്ഥലത്തൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഇത് 6 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പാകമായിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഈ മാവ് കലക്കി വെച്ചിട്ട് 6 മണിക്കൂറായിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് പൊളിച്ച് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർക്കണം. എന്നാലേ ഇത് ചുടാനുള്ള ആ ഒരു പാകത്തിലുള്ള കൺസിസ്റ്റൻസി ആവത്തുള്ളൂ. ഈ മാവ് മുഴുവനും ഇപ്പം ഞാൻ എടുക്കുന്നില്ല. ഇതിൽ നിന്നും കുറച്ച് മാവ് ആവശ്യത്തിനുള്ളത് മാത്രം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്കാണ് ഞാൻ തേങ്ങാപ്പാൽ ചേർക്കാൻ പോകുന്നത്. മാവ് ഇത്തിരി കൂടി ലൂസ് ആവാൻ ആവശ്യമുള്ള അത്ര തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മാവ് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഒരു മുട്ടയുടെ വെള്ള നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ട് അതിൽ നിന്നും കുറച്ച് മാത്രം ഇതിലേക്ക് ചേർക്കാം. മുട്ടയുടെ വെള്ള മാത്രം എടുക്കാം. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം ഇതിലേക്ക് ചേർക്കാം. ഒരു മുട്ടയുടെ വെള്ളം മുഴുവനായിട്ടും ഇത്തിരി മാവിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിക്കാം. അപ്പം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം തീയിൽ വേണം വെക്കാനായിട്ട്. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഇരിക്കുന്ന എല്ലാം കൂടി ഒന്ന് ചുട്ടെടുക്കാം.